കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് രാഹുൽ കാണിച്ച പ്രഹസനത്തെ വളരെ നല്ല രീതിയിൽ വിലയിരുത്തിയിരിക്കുകയാണ് ടി.ജി. മോഹൻദാസ്. ഒരുപക്ഷേ സകല കോൺഗ്രസുകാരും അയ്യേ എന്ന് പറഞ്ഞ് മുഖത്ത് വിരൽ വെച്ചിട്ടുണ്ടാകും. പക്ഷേ പറയാൻ അവർക്കൊക്കെ മടിയും കാണും. അവരുടെയൊക്കെ മനസ്ഥിതി തന്നെയാണ് ടി.ജി. ഉറക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഭാരത് ജോഡോ യാത്ര നടന്നപ്പോൾ ഒരു അമ്പലത്തിൽ പോലും കയറാത്ത ആളാണ് രാഹുൽ ഗാന്ധി. ആ ആളാണ് പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ സകല കോൺഗ്രസുകാരെയും നാണം കെടുത്തി രഘുപതി രാഘവ രാജാറാം പാടി കോമാളി വേഷം കെട്ടിയതെന്നും ടി.ജി. പ്രതികരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ചിരട്ടക്കുട്ടി ഒച്ച കേൾപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ രാഹുൽ ഗാന്ധി ചെയ്തത് എന്ന് ടി.ജി. മോഹൻദാസ്. അയോധ്യയിലേ പോകുന്നില്ല, എന്നാൽ കച്ചറ ഉണ്ടാക്കാതെ ഇരിക്കണ്ടേ, അതും ചെയ്തില്ല. പകരം അസമിലെ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ച രംഗം വഷളാക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ രീതിയെ വിമർശിച്ചുകൊണ്ട് ടി.ജി. മോഹൻദാസ് പറഞ്ഞു, ഭാരത് ജോഡോ ന്യായ് യാത്രയാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. ബസ്സിനകത്ത് കക്കൂസും കിടക്കയും എല്ലാമുള്ള ഒന്നിനെയാണ് കാരവാൻ എന്ന് പറയുന്നത്. ഇത്തരം 30ഓളം കാരവാൻ രാഹുൽ ഗാന്ധിക്ക് അകമ്പടിയായി പോകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത് വിനോദസഞ്ചാര യാത്രയാണ്. അസമിൽ ഒരു മഠമുണ്ട്. അതിനുള്ളിലെ ക്ഷേത്രത്തിൽ രാഹുൽ ഗാന്ധിക്ക് അയോധ്യ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന തിങ്കളാഴ്ച തന്നെ കയറി തൊഴണം. കോൺഗ്രസ് സംഘത്തിലാകട്ടെ 100-300 പേരുണ്ട്. കേറ്റില്ല എന്ന് ക്ഷേത്രക്കാർ പറഞ്ഞു. ടി.ജി. മോഹൻദാസ് വിവരിച്ചു. അസമിലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും പറഞ്ഞു, നിങ്ങളെ കയറ്റാനാവില്ല. കാരണം പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചില പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം വേണമെങ്കിൽ കയറാം. അതല്ലാതെ നിങ്ങൾ ബഹളം വയ്ക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ രാഹുൽ ഗാന്ധി റോഡിൽ കുത്തിയിരുന്നു. രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം എന്ന പാട്ടുപാടി. പ്രതിഷ്ഠാ ചടങ്ങിന് പോകുന്നില്ലെങ്കിൽ പോകട്ടെ. ആ സമയത്ത് രാമന്റെ പാട്ടുപാടി രാഹുൽ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസുകാരെ മുഴുവൻ അപമാനിക്കുകയായിരുന്നു. വി.ഡി. സതീശനും വി.ടി. ബൽറാമും എല്ലാം ഇത് കണ്ട് തലയിൽ മുണ്ടിട്ട് കാണും. ഒടുവിൽ പ്രശ്ന പരിഹാരാർത്ഥം അസമിലെ ഒരു ലോക്കൽ കോൺഗ്രസ് നേതാവിനെയും ലോക്കൽ കോൺഗ്രസ് എം.എൽ.എയും തൊഴാൻ അനുവദിച്ചു. ഇരുവരും കൂടി ഈ ക്ഷേത്രത്തിൽ കയറി തൊഴുതു. അത് രാഹുൽ ഗാന്ധി അംഗീകരിക്കുകയും ചെയ്തു. അമ്പലത്തിൽ തൊഴുക എന്നതല്ല, അതിന്റെ പേരിൽ ഉണ്ടാക്കുക എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം. ചില മലയാള സിനിമയിൽ ജഗദീഷ് ശ്രീകുമാറും മാമുക്കോയും അവതരിപ്പിച്ച വെട്ടിച്ചെറി ഡയമണ്ട്, കീലേരി അച്ചു എന്നീ കഥാപാത്രങ്ങളെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പരിപാടി കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്ന് ടി.ജി. പറഞ്ഞു. ഭാരത് ജോഡോ യാത്ര നടന്നപ്പോൾ ഒരു അമ്പലത്തിൽ പോലും കയറാത്ത ആളാണ് രാഹുൽ ഗാന്ധി എന്ന് ഓർക്കണം. കേരളത്തിൽ മുസ്ലിം ലീഗിനെ പേടിച്ച് ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി തൃശൂർ വടക്കുന്നാഥനെ കണ്ടില്ല, പത്മനാഭസ്വാമിയെ കണ്ടില്ല, ചോറ്റാനിക്കര ദേവിയെ കണ്ടില്ല. ആ രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ അസമിലെ ഒരു ക്ഷേത്രത്തിൽ കയറി അലമ്പുണ്ടാക്കാൻ നോക്കിയത്. ഈ രാഹുലിന് പിന്നാലെ പോയി കോൺഗ്രസ്കാർക്ക് ആരുടെ വോട്ട് കിട്ടാനാണ് എന്ന ചോദ്യം ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ ടി.ജി. മോഹൻദാസ് ഉന്നയിച്ചിരിക്കുകയാണ്. അസമിലെ ഭട്ടദ്രവ സത്രം സന്ദർശിക്കാനെത്തിയ രാഹുൽ ഗാന്ധിയെ തടഞ്ഞതിന് പിന്നാലെ നടുറോഡ് കുത്തിയിരിപ്പ് സമരവും രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. അസമിലെ സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീമന്ത ശങ്കർദേവിയുടെ ജന്മസ്ഥലമായ ക്ഷേത്രം സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അനുമതി നൽകിയിരുന്നു എന്നാണ് ക്ഷേത്രം അധികൃതർ പറയുന്നത്. അനുമതി ഉണ്ടായിട്ടും തന്നെ അകത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് അസമിൽ പര്യടനം നടത്തുകയായിരുന്നു രാഹുൽ ഗാന്ധി. ജനുവരി 11 മുതൽ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതിക്കായി ഞങ്ങൾ ശ്രമിക്കുകയാണ് എന്നും ഇതിനായി 2 എം.എൽ.എമാർ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തിയതാണ് എന്നാണ് കൂടെയുണ്ടായിരുന്ന ജയറാം രമേശ് പറഞ്ഞത്. അനാവശ്യ മത്സരം ഒഴിവാക്കാൻ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് ശേഷം മാത്രം സ്ഥലം സന്ദർശിക്കാൻ അസം മുഖ്യമന്ത്രി ബിശ്വ ശർമ്മ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ട ദിവസങ്ങൾക്കകമാണ് പുതിയ സംഭവം. ന്യൂസ് ഡെസ്ക് കർമാനസ്.